തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെ പരിശോധിക്കുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന തരത്തിലും രാജ്യത്തിൻ്റെ ഭരണ സംവിധാനമൊക്കെ താറുമാറായ, സാമ്പത്തികമൊക്കെ തന്നെ ശോഷിച്ച അവസ്ഥയുമൊക്കെ എടുത്തു കാട്ടുന്ന ഒരു കാലമാണ് 1800-ൻ്റെ തുടക്കമെന്ന് പറയാം. മാർത്താണ്ഡവർമ്മയ്ക്കും കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്കും അപ്പുറം അധികാരത്തിലെത്തിയ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഒട്ടേറെ ദൗർബല്യങ്ങളുള്ള ഒരു ഭരണാധികാരിയും കൂടിയായിരുന്നു. 50,000-ഓളം വരുന്ന സ്ഥിരം പടയും 1,00,000-ഓളം വരുന്ന റിസർവ് പടയുമൊക്കെ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിന് രാമവർമ്മയുടെ കാലത്ത് തന്നെ ടിപ്പുവിനെ നേരിടാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായമൊക്കെ തേടേണ്ടി വന്നിരുന്നു. അപ്രകാരം 1800-കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏതാണ്ട് പൂർണ്ണമായും കീഴടങ്ങേണ്ടി വരുന്ന രീതിയിലേക്കായിരുന്നു തിരുവിതാംകൂറിൻ്റെ പൊതുവെയുള്ള പോക്ക്. ഇതേ കാലം വേലുത്തമ്പിദളവയുടെ പോരാട്ടങ്ങൾക്കും കമ്പനിയുടെ വിജയത്തിനും തിരുവിതാംകൂർ സൈന്യം തന്നെ ആകെ ഇല്ലാതാകുന്ന ദാരുണമായ അവസ്ഥയ്ക്കുമൊക്കെ 1800-ൻ്റെ തുടക്കകാലം സാക്ഷ്യം വഹിച്ചു എന്നുകൂടി പറയേണ്ടതുണ്ട്. ഈ നിർണായക കാലം, അതായത് 1798 മുതൽ 1810 വരെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂറിൽ ഭരണത്തിലിരിക്കുന്നത്. ഈ കാലത്ത് തിരുവിതാംകൂറിൻ്റെ എല്ലാ മേഖലകളും തന്നെ അധപ്പതിക്കുകയല്ലാതെ വികസിക്കുകയുണ്ടായില്ല. ഭരണപരിഷ്കാരത്തിന് വേണ്ടിയോ ജനങ്ങളുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കിയോ ഒന്നും തന്നെ നടപടികൾ എടുക്കാനൊന്നും ഈ രാജാവിന് കഴിഞ്ഞിരുന്നില്ല. 1810-ൽ അപ്രതീക്ഷിതമായി തൻ്റെ 28-ാം വയസ്സിൽ ഈ രാജാവ് മരണപ്പെടുകയുണ്ടായി. അങ്ങനെ ഒഴിവ് വന്ന സിംഹാസനത്തിന് നിയമപരമായി സ്ഥാനാരോഹണ അവകാശമുണ്ടായിരുന്നത് 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു റാണിക്കായിരുന്നു. അവരുടെ പേരാണ് ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ റാണിമാരുണ്ടായിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ തന്നെയും മഹാരാജാവിന് പ്രായപൂർത്തിയാകാത്ത അവസരത്തിലാണ് റീജൻ്റ് ആയിക്കൊണ്ട് ഭരണം നടത്തുന്നത്. എന്നാൽ ഇവിടെ ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂറിനെ നേരിട്ട് ഭരിച്ച ഒരേ ഒരു റാണിയായിരുന്നു. റാണി ഗൗരി ലക്ഷ്മിഭായ് 1810 മുതൽ 13 വരെ മഹാറാണിയായി നേരിട്ടും 1813 മുതൽ 15 വരെ പുത്രനായ സ്വാതി തിരുനാളിനായി റീജൻ്റായും തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായി നിലകൊള്ളുകയുണ്ടായി. തിരുവിതാംകൂറിൽ സുപ്രധാനമായ പല മാറ്റങ്ങൾക്കും ഈ ഭരണകാലം സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ചരിത്രം ഇവിടെ പരിചയപ്പെടാം. 1810-ൽ നിയമപരമായി അധികാരത്തിലെത്താൻ സ്ഥാനമുണ്ടായിരുന്നത് ഈ റാണിക്കായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ സമയം അവരുടെ അവകാശത്തേക്ക് ചോദ്യം ചെയ്തുകൊണ്ട് ഭിന്നശാഖയിൽ നിന്ന് ഒരു അമ്മാവൻ രംഗപ്രവേശം ചെയ്യുകയുണ്ടായി. എന്നാൽ 20-കാരിയായ റാണി തനിക്ക് രാജ്യഭാരം ഏൽക്കാൻ വൈമനസ്യമുണ്ടെങ്കിൽ കൂടിയും തിരുവിതാംകൂറിൻ്റെ ചെങ്കോൽ ഈ കുടുംബത്തിലെ നിയമപ്രകാരമുള്ള ഒരംഗമെങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു കുടുംബത്തിലേക്ക് വഴുതിപ്പോവാൻ അനുവദിക്കുകയില്ലെന്ന് റെസിഡൻ്റായിരുന്ന കേണൽ മൺറോവിനോട് തീർത്തു പറയുകയുണ്ടായി. വെറും 20-കാരിയായ ഒരു പെൺകുട്ടിയുടെ പക്വമായ പെരുമാറ്റം റാണിയുടെ അവകാശത്തിനൊപ്പം നിൽക്കാൻ കേണൽ മൺറോവിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിനപ്പുറം റെസിഡൻ്റായ കേണൽ മൺറോ ഭിന്നശാഖയിൽപ്പെട്ട രാജകുമാരൻ്റെ വാദങ്ങൾ കഴമ്പുള്ളതല്ലെന്ന് വിധിക്കുകയും യുവറാണിയെ മഹാറാണിയായിക്കൊണ്ട് വാഴിക്കുകയുമാണുണ്ടായത്. ആ സമയം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറിൻ്റെ നിർണായകമായ ഭാഗമായി മാറിയിരുന്നു എന്നും കൂടി പറയാം. അപ്രകാരം സ്ഥാനാരോഹണ ചടങ്ങ് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ആഭിമുഖ്യത്തിലാണ് നടന്നത് എന്നും ചരിത്രം പറയുന്നു. ഈ സമയം എതിർപ്പ് പ്രകടിപ്പിച്ച രാജകുമാരൻ്റെ നേതൃത്വത്തിൽ ഒരു എതിർശക്തി ഈ രാജകുടുംബത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ട കേണൽ മൺറോ പെട്ടെന്ന് തന്നെ രാജകുമാരനെ ആദ്യം തലശ്ശേരിയിലേക്കും അവിടെ നിന്ന് ചെങ്കൽപ്പേട്ടിലേക്കും നാടുകടത്തുകയുമൊക്കെ ഉണ്ടായി. ചുരുക്കിയാൽ കേണൽ മൺറോവിൻ്റെ നിർണായക ഇടപെടലുകളാണ് റാണി ഗൗരി ലക്ഷ്മിഭായിക്ക് അധികാരത്തിലേക്കുള്ള വഴികൾ തുറന്നു നൽകിയതും അധികാര മേഖലയിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിച്ചതും. എന്നാൽ അധികാരത്തിലെത്തിയ മഹാറാണി മുൻഗാമിയായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയൊക്കെ പ്രകടിപ്പിച്ച ദൗർബല്യങ്ങളൊന്നും കാട്ടാതെ ഗംഭീരമായ ഒരു ഭരണ നേതൃത്വമാണ് തുടക്കത്തിൽ തന്നെ കാണിച്ചത്. രാജ്യത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങൾക്കായും വിവേകപൂർവമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലുമൊക്കെ റാണി മികച്ചു നിന്നു. ഈ സമയം ചങ്ങനാശ്ശേരിയിലെ കോയിത്തമ്പുരാനായിരുന്ന രാമവർമ്മ ഇവരെ വിവാഹം ചെയ്യുകയുമുണ്ടായി. 1 വയസ്സ് മാത്രം അധികമുള്ള രാമവർമ്മ ഒരു സംസ്കൃത പണ്ഡിതനും കഴിവുറ്റ ഒരാളുമൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിവാഹം റാണിക്ക് ഒരു നേട്ടമായി മാറി. കുടുംബകാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലുമൊക്കെ തന്നെ സഹായകമായിക്കൊണ്ട് രാമവർമ്മ റാണിക്കൊപ്പം നിലകൊള്ളുകയുമുണ്ടായി. ചെറിയൊരു കാലം മാത്രമാണ് റാണി ഭരിച്ചിരുന്നത് എങ്കിലും
പല മാറ്റങ്ങൾക്കും കാരണമായ ഒരു കാലം കൂടിയായിരുന്നു ഈ റാണിയുടെ ഭരണകാലം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായ ഒരു വ്യക്തിത്വമായി റാണി ഗൗരി ലക്ഷ്മിബായി ഇന്നും നിലനിൽക്കുന്നു. മരണമടഞ്ഞ രാജാവിൻ്റെ ദൗർബല്യങ്ങൾ എന്തെല്ലാമായിരുന്നെന്നും ദിവാൻ ഉമ്മിണിത്തമ്പിയുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ എന്തൊക്കെയെന്നും ഭരണപ്രതിസന്ധി എന്തൊക്കെ നിലവിലുണ്ടെന്നും മനസ്സിലാക്കിയ റാണി അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്കാണ് ആദ്യം കടന്നത്. രാജാവിനെ സ്തുതിപാടി പല വഴികളിൽ എത്തിക്കുന്നവരിൽ നിന്നും പൂർണ്ണമായും റാണി അകലം പാലിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കെട്ടഴിഞ്ഞു കിടക്കുന്ന രാജ്യത്തിൻ്റെ ഭരണക്രമം എങ്ങനെ മികച്ച രീതിയിലേക്ക് കൊണ്ടുവരും എന്ന ചിന്തകൾക്ക് ഉത്തരമായി റാണി കണ്ടെത്തിയത് റെസിഡൻ്റായിരുന്ന കേണൽ മൺറോയിനെ തന്നെയാണ്. അപ്രകാരം രാജ്യത്തിൻ്റെ ഭരണഭാരം കേണൽ മൺറോയ്ക്ക് നൽകാനാണ് റാണി തീരുമാനിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പരമാധികാരം എന്ന നിലയിൽ വലിയ സഹായകവുമായി. ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പിയുടെ സേവനം അവസാനിപ്പിച്ച റാണി അപ്രകാരം പ്രസിഡന്റിൻ്റെ ചുമതലയോടൊപ്പം തന്നെ ദിവാൻ്റെ ചുമതല കൂടി നിർവഹിക്കാൻ മൺറോയോട് ആവശ്യപ്പെടുകയുണ്ടായി. മൺറോ അത് അംഗീകരിക്കുകയും ചെയ്തു. കാലങ്ങളായി ക്രമമല്ലാതെ കിടന്നിരുന്ന ഭരണ സംവിധാനവും ക്രമസമാധാനവുമൊക്കെ നിയന്ത്രണത്തിലാക്കുന്നത് തീവ്രമായ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ഭരണസമ്പ്രദായത്തിന് കീഴുദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനാവാത്തതും വലിയൊരു പ്രശ്നമായിരുന്നു. ഇതൊക്കെ നേരെയാക്കാനായി കേണൽ മൺറോ എടുത്ത നടപടി വേലുത്തമ്പി ദളവയുടേതുമായിരുന്നു. കഴിവുറ്റ ദിവാനായിരുന്ന വേലുത്തമ്പി തെറ്റുകളെ കടുത്ത രീതിയിൽ ശിക്ഷ നൽകിക്കൊണ്ടാണ് തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കേണൽ മൺറോയും അഴിമതികളെ അടിച്ചമർത്തിക്കൊണ്ട് ധനദുർവിനിയോഗമൊക്കെ ഒരു പരിധിവരെ തടയുകയുണ്ടായി. കേണൽ മൺറോയുടെ നടപടികൾക്ക് റാണി പിന്തുണ നൽകുകയും ചെയ്തു. ഒട്ടേറെ ഭരണപരിഷ്കാരങ്ങളും റാണിയുടെ കാലത്ത് നടക്കുകയുണ്ടായി. അനാവശ്യമായ പല നികുതികളും ഒഴിവാക്കുകയും അവയിൽ നിന്നൊക്കെ ലഭിച്ചിരുന്ന ആദായങ്ങൾ വേണ്ടെന്ന് വയ്ക്കുകയുമുണ്ടായി. എല്ലാ നിയമങ്ങളും തന്നെ രാജകീയ വിളംബരങ്ങളായിട്ടായിരുന്നു വന്നിരുന്നത്. മഹാറാണിയുടെ ഉത്തരവിൻ പ്രകാരം കൊല്ലവർഷം 987 പല നിയമങ്ങൾ ചേർന്ന ചട്ടവരിയോല പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ഇതിലാണ് അപ്പീൽ കോടതികളും ജില്ലാ കോടതികളും സ്ഥാപിക്കുകയും ജഡ്ജിമാരുടെ അധികാര പരിധികളുമൊക്കെ നിശ്ചയിക്കുകയുണ്ടായത്. അതിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ ഇവയൊക്കെയാണ്. തിരുവിതാംകൂറിൽ ഒരു ഉയർന്ന കോടതിയും അതിൻ്റെ കീഴിൽ 5 കോടതികളും സ്ഥാപിക്കും. ഉന്നത കോടതിയിൽ ദിവാനു പുറമെ 2 ബ്രാഹ്മണരും 1 നായരും ഉൾപ്പെടെ 4 ജഡ്ജിമാർ ഉണ്ടായിരിക്കും. ഹൈന്ദവ നിയമമനുസരിച്ച് താഴെ പറയുന്ന നീച കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകേണ്ടതാണ്. അതിലൊന്ന് കലാപം നടത്തുകയോ അതിനാഹ്വാനമോ ചെയ്യുന്നതാണ്. മറ്റൊന്ന് മഹാരാജാവിനെ വധിക്കാൻ ശ്രമിക്കുന്നതും ഗൂഢാലോചന നടത്തുന്നതും. മറ്റൊന്ന് ബോധപൂർവം കൊള്ള നടത്തുക എന്നിവയാണ്. ഇനി കൊലപാതകം, ദേഹോപദ്രവം, അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയവയ്ക്ക് നൽകേണ്ട ശിക്ഷകൾ വധവും നാടുകടത്തലും, സ്വത്ത് കണ്ടുകെട്ടൽ, കഠിന തടവോ വെറും തടവോ, ചമ്മട്ടി കൊണ്ടടിക്കുക, പിഴശിക്ഷ തുടങ്ങിയവയൊക്കെയാണ്. കൊലക്കുറ്റത്തിന് നൽകുന്ന ശിക്ഷയൊഴികെ മറ്റെല്ലാ കാര്യത്തിനും സിറിയൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാർസികളും തിരുവിതാംകൂറിലെ മറ്റ് നിവാസികളും ഹിന്ദു നിയമത്തിന് വിധേയരായിരിക്കും. ഇത്തരത്തിലുള്ള 34 ഭാഗങ്ങൾ ചേർന്നതാണ് 987 ചട്ടവരിയോല എന്ന് പറയാം. ഏതായാലും തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. നിയമനിർമ്മാണത്തിൽ പ്രധാനമായ മറ്റൊന്നാണ് അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ടുള്ള വിളംബരം. 1812 ഡിസംബർ 5-ാം തീയതി ഒരു രാജകീയ വിളംബരമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. പലയിടത്തെന്ന പോലെ തിരുവിതാംകൂറിലും അടിമ വ്യാപാരം നിലനിന്നിരുന്നു. പല കാലങ്ങളിലും, പ്രത്യേകിച്ച് ക്ഷാമകാലങ്ങളിലൊക്കെ ബ്രാഹ്മണരൊഴികെയുള്ള ജാതിയിലുള്ള ആളുകളെ തുറന്ന കമ്പോളത്തിൽ വച്ച് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുമായിരുന്നു. റാണി അതിവേഗം ഇത് നിർത്തലാക്കിയത് റാണിയുടെ മികവിനെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു അടയാളം കൂടിയായി ചരിത്രത്തിൽ നിലനിൽക്കുന്നു. 1813 കാലത്ത് റാണി ഗൗരി ലക്ഷ്മിബായിക്ക് ഒരു കുഞ്ഞ് പിറക്കുകയുണ്ടായി. അതായിരുന്നു സ്വാതി തിരുനാൾ. പിന്നീട് സ്വാതി തിരുനാളിൻ്റെ റീജൻ്റ് ആയിക്കൊണ്ടാണ് റാണി രാജ്യം ഭരിക്കുകയുണ്ടായത്. ഈ ഒരു കാലത്തും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പല നടപടികളും റാണി കൈക്കൊള്ളുകയുണ്ടായി. അതിൽ പലതിൻ്റെയും ബുദ്ധികേന്ദ്രം മൺറോ ആയിരുന്നെന്നും പറയാം. ആ കാലത്തെ റാണിയുടെ എഴുത്തുകളിൽ മൺറോയെയും കമ്പനിയെയും റാണി അങ്ങേയറ്റം വിശ്വസിച്ചിരുന്നതായും കാണാവുന്നതാണ്. കുഞ്ഞു ജനിച്ചുണ്ടായ ഒരു സന്ദർഭത്തിൽ റാണി ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിയുടെ നിർദ്ദേശാനുസരണം ഞാനിതാ എൻ്റെ ഓമനപുത്രനെ കമ്പനിയിൽ ഏൽപ്പിക്കുന്നു. ഈ രാജകുമാരന് ഭാവിയിൽ നൽകേണ്ട പിന്തുണയും ആദരണീയമായ പെരുമാറ്റവും ഉറപ്പിക്കുക എന്നത് കമ്പനിയുടെ ഉത്തരവാദിത്വമായി ഞാൻ കരുതുകയും ചെയ്യുന്നു.
ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ കാലത്തൊക്കെ അയിത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയായിരുന്നല്ലോ. പണ്ട് കാലത്ത് തിരുവിതാംകൂറിന് ബ്രിട്ടീഷുകാരോടും അയിത്തമുണ്ടായിരുന്നു. റെസിഡൻറ്റിനെയൊക്കെ തൊടുമ്പോൾ രാജാവ് തീണ്ടപ്പെടും എന്നായിരുന്നു ആ കാലത്തെ വിശ്വാസം. അതിൻ്റെ ഭാഗമായി ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ രാജാവ് പൂണൂൽ മാറുകയും ശുദ്ധിസ്നാനം നടത്തുകയും മതപരമായ പല ചടങ്ങുകളും ചെയ്യണമെന്നായിരുന്നു ബ്രാഹ്മണരുടെ നിർദ്ദേശം. ഒപ്പം സ്ത്രീകളാണെങ്കിൽ പൊതുചടങ്ങുകളിലൊന്നും പങ്കെടുക്കാനും പാടില്ലായിരുന്നു. എന്നാൽ റാണി ഗൗരി ലക്ഷ്മിബായി ഇവയെ ഒക്കെ തന്നെയും തെറ്റിക്കുകയും ബ്രാഹ്മണരുടെ എതിർപ്പും അന്ധവിശ്വാസവുമൊക്കെ കൂട്ടാക്കാതെ സ്വന്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു നടപടി കൊണ്ട് തന്നെ യൂറോപ്യന്മാർ കൊട്ടാരത്തിനുള്ളിൽ സ്വതന്ത്രമായി പെരുമാറുന്നതിനുള്ള വഴികളും തുറന്നു. അതിനപ്പുറമാണ് യൂറോപ്യൻ ഡോക്ടർമാരുടെയൊക്കെ സേവനം കൊട്ടാരത്തിലേക്ക് എത്തുന്നത് എന്നും ഓർക്കുക. 1815 മഹാറാണി മറ്റൊരു രാജകുമാരനെ കൂടി പ്രസവിക്കുകയുണ്ടായി. എന്നാൽ മാസങ്ങൾക്കപ്പുറം റാണിക്ക് അസുഖം ബാധിച്ച് കിടപ്പിലാവുകയാണ് ഉണ്ടായത്. ഈ വീഴ്ചയിൽ നിന്ന് എണീക്കില്ല എന്ന് ബോധ്യമായതിനെ തുടർന്ന് റാണി ഭർത്താവായ രാജരാജവർമ്മ കോയിത്തമ്പുരാനെ വിളിക്കുകയും സഹോദരിയായ പാർവതി റാണിയെയും കുഞ്ഞുങ്ങളുടെയും ചുമതല അദ്ദേഹത്തിന് നൽകുകയുമുണ്ടായി. ഒപ്പം മകൻ പ്രായപൂർത്തിയാകുന്നതുവരെ റീജൻ്റായി ഭരണം നടത്തുന്നതിന് റാണി പാർവതിഭായിയെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് റാണി അകാല ചരമമടയുകയാണുണ്ടായത്. റാണിയുടെ അപ്രതീക്ഷിത മരണത്തിൽ ജനങ്ങൾ കടുത്ത ദുഃഖത്തിലമർന്നു എന്നും ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും ആധുനിക തിരുവിതാംകൂറിലെ അതിപ്രധാനമായ പല പരിഷ്കാരങ്ങൾക്കും അടിത്തറയിട്ടു എന്ന നിലയിലും തിരുവിതാംകൂറിൻ്റെ മഹാറാണി എന്ന നിലയിലും വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഭരണാധിപതിയായി റാണി ഗൗരി ലക്ഷ്മിഭായ് മാറുകയുണ്ടായി. 1798 മരണപ്പെട്ട കാർത്തിക തിരുനാൾ രാമവർമ്മയോളം തന്നെ പ്രസിദ്ധി റാണി ഗൗരി ലക്ഷ്മിഭായിയും നേടിയതായി പറയുന്നുണ്ട്. 1810 മുതൽ 1815 വരെയുള്ള വളരെ ചെറിയൊരു കാലം കൊണ്ട് ഇത്തരമൊരു പേര് സമ്പാദിക്കണമെങ്കിൽ മഹാറാണിയുടെ ജീവിതവും കഴിവും ഭരണത്തിലെ പ്രകടനവും ഒക്കെ തന്നെ മികച്ചത് തന്നെയായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ നിർണായകമായി നിലനിൽക്കുന്നു.